ഹായ്, അപ്പോൾ എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ് മുതൽ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം പറയുന്നത്, നമുക്ക് മാത്സിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് ക്രിയകളുണ്ടല്ലേ. നമ്മൾ കുഞ്ഞിലേ മുതൽ പഠിച്ചു വരുന്ന 4 ടൈപ്പ് ക്രിയകൾ ഏതൊക്കെയാണത്? അഡീഷൻ അഥവാ സങ്കലനം, സബ്ട്രാക്ഷൻ ഓർ വ്യവകലനം, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, ഡിവിഷൻ ഹരണം. അപ്പോൾ ഈ ക്രിയകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അതുപോലെ ഈ ചാപ്റ്ററിൽ പറയുന്നത് തന്നെ എന്താണ്, ഈ ക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ക്രിയകളുടെ വേറൊരു തലത്തിലുള്ള ക്രിയാരീതിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് മുതൽ ഈ ഒരു ചാപ്റ്ററിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കൊള്ളുക. 5 + 3 എത്രയാണ്? 8 ആണല്ലേ. 5 + 3 8 ആണ്. ദെൻ 7 - 4 എത്രയാണ്? അത് 3 ആണ്. ഇനി 6 × 8 എത്രയാണ്? 48 ആണ്. അതുപോലെ 21/3 എത്രയാണ്? 7 ആണ്. അപ്പോൾ ഈ 4 ക്രിയകൾ നോക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലേ. സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം. ഇവിടെ 2 സംഖ്യകൾ കൂട്ടി അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചു, അതിന്റെ ഫലം കണ്ടുപിടിച്ചു, അതിന്റെ റിസൾട്ട് കണ്ടുപിടിച്ചു. ഇവിടെ എന്ത് ചെയ്തു, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് എന്ത് ചെയ്തു, അതിന്റെ റിസൾട്ട് ഫലം കണ്ടെത്തി. ദെൻ 2 സംഖ്യകൾ ഗുണിച്ച് അതിന്റെ ഫലം കണ്ടെത്തി. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ഫലം കണ്ടെത്തി, അതിന്റെ റിസൾട്ട് കണ്ടെത്തി. ശരിയല്ലേ? ഇനി ഈ ചോദ്യത്തെ ആകെ മാറ്റുകയാണ്. ഈ ചോദ്യത്തെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു രീതിയിൽ ചെയ്യുന്നു. ചോദ്യം ഇങ്ങനെയാണ്, 8 എന്ന സംഖ്യ കിട്ടാൻ ഏത് സംഖ്യയോട് കൂടി 3 കൂട്ടണം? 8 എന്ന നമ്പർ കിട്ടുന്നതിന് വേണ്ടി ഏത് സംഖ്യയോട് 3 കൂട്ടണം? 8 എന്ന സംഖ്യ കിട്ടാൻ ഏത് സംഖ്യയോട് കൂടി 3 കൂട്ടണം? അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ 3 എന്ന സംഖ്യ ഏതിനോട് കൂട്ടിയാൽ 8 കിട്ടും? അല്ലെങ്കിൽ ഏത് സംഖ്യയോട് 3 കൂട്ടിയാൽ 8 കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എത്രയാണ്? 5 ആണ്. നമുക്കറിയാം. കാര്യം എന്താണ്, നമ്മൾ നേരത്തെ എഴുതി വെച്ചല്ലേ, 5 + 3 8 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ആദ്യമേ തന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ, അതായത് 8 കിട്ടാൻ ഏത് സംഖ്യയോട് 3 കൂട്ടണം എന്നാണ് ഞാൻ ചോദിച്ചിരുന്നെങ്കിലോ, നമുക്ക് എളുപ്പത്തിൽ 5 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല അല്ലേ. കാരണം ഞാൻ നേരത്തെ എഴുതിയിട്ടു 5 + 3 8 എന്ന് എഴുതിയിട്ടത് കൊണ്ട് ആ ചോദ്യത്തെ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ, അതായത് ഏത് സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു എത്രയാണ്? 5 ആണ്. ശരിയല്ലേ? ഇനി ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ഉത്തരത്തിൽ നിന്നും നമ്മുടെ റിസൾട്ട് തന്നിട്ടുണ്ടല്ലേ, റിസൾട്ട് തന്നിട്ടുണ്ട് 8 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുമായിരുന്നു? 3 കുറയ്ക്കുമായിരുന്നു. ശരിയല്ലേ? 8 - 3 5. അതായത് 5 + 3 എത്രയാണ്? 8 ആണ്. ഈ ചോദ്യത്തെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചു ചോദിച്ചു. അതായത് 8 എന്ന സംഖ്യ കിട്ടാൻ ഏത് സംഖ്യയോട് കൂടി 3 കൂട്ടണം? ഏത് സംഖ്യയോട് കൂടി 3 ആഡ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എന്താണോ ചെയ്തിരുന്നത് നേരെ അതിന്റെ വിപരീത ക്രിയയാണ് ചെയ്തത് അല്ലേ. അതായത് നമ്മളിവിടെ അഡീഷൻ ആണ് ചെയ്തിരുന്നത്. ശരിയല്ലേ? നമ്മളിവിടെ സങ്കലനം, കൂട്ടലാണ് ചെയ്തിരുന്നത് അല്ലേ. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പക്ഷെ നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു, സബ്ട്രാക്ഷൻ ചെയ്തു. അതായത് ഇവിടെ എന്ത് ക്രിയയാണോ ചെയ്തിരുന്നത് അതിന്റെ നേരെ വിപരീത ക്രിയ ചെയ്തു അല്ലേ. ശരിയല്ലേ? അഡീഷന്റെ വിപരീത ക്രിയ ഏതാണ്? സബ്ട്രാക്ഷൻ ആണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷന്റെ വിപരീത ക്രിയ ഏതാണ്? ഡിവിഷൻ ആണ്. ഗുണനത്തിന്റെ വിപരീതം ഹരണവും, അതുപോലെ സങ്കലനത്തിന്റെ വിപരീതം വ്യവകലനവുമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ് അല്ലേ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതായത് സബ്ട്രാക്ഷന്റെ വിപരീതമാണ് എന്ത്? അഡീഷൻ. വ്യവകലനത്തിന്റെ വിപരീതമാണ് സങ്കലനം. അതുപോലെ ഡിവിഷന്റെ, ഹരണത്തിന്റെ വിപരീതമാണ് ഗുണനം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക്
അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തറിയാമെങ്കിൽ ഒരു കണക്കിന്റെ അല്ലെങ്കിൽ ഒരു ക്രിയയുടെ റിസൾട്ട് അറിയാമെങ്കിൽ, അവിടെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയ ഏത് രീതിയിലാണോ ചോദിച്ചിരിക്കുന്നത് അതിന്റെ നേരെ വിപരീത ക്രിയ ചെയ്യുക. ഒരു ഉദാഹരണം കൂടി നോക്കാം. അതായത് 7 എന്ന സംഖ്യയിൽ നിന്നും ഒരു സംഖ്യ കുറച്ചപ്പോൾ, 7-ൽ നിന്നും ഒരു സംഖ്യ കുറച്ചപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. 7 എന്ന സംഖ്യയിൽ നിന്നും ഒരു സംഖ്യ കുറച്ചപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി അല്ലേ? ശരിയല്ലേ? 7 എന്ന സംഖ്യയിൽ നിന്നും 1 കുറച്ചപ്പോൾ 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏതാണ്? കുറച്ച സംഖ്യ ഏതാണ്? 7 - 4 അല്ലെ സമം 3. അങ്ങനെയല്ലേ വരുന്ന? കാരണം 4 ആണ് കുറച്ചത്. ശരിയല്ലേ? മറ്റൊരു കണക്ക് നോക്കുമ്പോൾ ഒരു സംഖ്യയിൽ നിന്നും 4 കുറച്ചപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. ഒരു സംഖ്യയിൽ നിന്നും 4 കുറച്ചപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. ഒരു സംഖ്യയിൽ നിന്നും 4 കുറച്ചപ്പോൾ 3 കിട്ടിയെങ്കിൽ ഏതാണ് ആ സംഖ്യ? ഒരു സംഖ്യയിൽ നിന്നും 4 കുറച്ചപ്പോൾ 3 കിട്ടിയെങ്കിൽ, അപ്പൊ നമുക്ക് അറിയില്ല സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയില്ല. അത് നമ്മൾ എന്ത് കൊടുത്തു? ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യചിഹ്നം കൊടുത്തു. ഒരു സംഖ്യയിൽ നിന്നും 4 കുറച്ചപ്പോൾ 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏത് ക്രിയയാണ്? ഇവിടെ വ്യവകലന ക്രിയയാണ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ്. നേരെ അതിന്റെ വിപരീത ക്രിയ ചെയ്താൽ പോരെ? അതിന്റെ വിപരീത ക്രിയ ഏതാണ്? വിപരീത ക്രിയ എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ആണ്. അതായത് 4 + 3 അല്ലേ? 4 + 3 സമം എത്രയാണ്? 7 ആണ്. 4 + 3 സമം 7 ആണ്. ശരിയല്ലേ? അപ്പോ ഇത്രയും കാര്യം ഒന്ന് നോക്കിക്കേ, പറഞ്ഞ കാര്യം ഒന്ന് നോക്കിക്കേ. അപ്പോ ഇത് മനസ്സിലായല്ലേ? ഇനി മറ്റൊരു ചോദ്യം. അതായത് 5 എന്ന സംഖ്യയോടൊപ്പം 5 എന്ന സംഖ്യയോടൊപ്പം ഏതോ ഒരു സംഖ്യ ഗുണിച്ചപ്പോൾ, അല്ലെങ്കിൽ വേണ്ട, ഏതോ ഒരു സംഖ്യയോടൊപ്പം 5 ഗുണിച്ചപ്പോൾ, എന്ത് കിട്ടി? 20 കിട്ടി. എന്ത് കിട്ടിയടെ? 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ഏതോ ഒരു സംഖ്യയോടൊപ്പം 5 ഗുണിച്ചപ്പോൾ 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? സംഖ്യ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ചെയ്തതിന്റെ നേരെ വിപരീത ക്രിയ ചെയ്യും അല്ലേ? എന്ത് ചെയ്യും? വിപരീത ക്രിയ ചെയ്യും. എന്താണ് വിപരീത ക്രിയ? ഗുണനത്തിന്റെ വിപരീത ക്രിയ. അത് ഏതാണ്? ഹരണമാണല്ലേ? ശരിയല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യും? 20-നെ 5 കൊണ്ട് ഹരിക്കും. അതായത് 20/5 എത്രയാണ് ഉത്തരം? 4 ആണല്ലേ? എത്രയാണ് ഉത്തരം? 4 ആണ്. ശരിയല്ലേ? 4 അല്ലേ ഉത്തരം? ഓക്കെ. അപ്പോ ഗുണനമാണെങ്കിൽ അതിന്റെ വിപരീത ക്രിയ ഹരണം ചെയ്യുക. ദെൻ കൂട്ടാനാണെങ്കിൽ, അഡീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ഇനി ഡിവിഷൻ ആണെങ്കിലോ നേരെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോ ഇത്തരം ചോദ്യങ്ങളുടെ എല്ലാം പ്രത്യേകത, ഇതിന് നമുക്ക് എന്ത് തന്നിരിക്കും? ഇതിന്റെ എല്ലാം റിസൾട്ട് മുൻകൂട്ടി തന്നിരിക്കും. റിസൾട്ട് തന്നതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? സംഖ്യ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ റിസൾട്ട് തന്നതിന് ശേഷം സംഖ്യ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ റിസൾട്ട് തന്നിരുന്നാൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അതിന്റെ വിപരീത ക്രിയ ചെയ്യുക. അപ്പോ റിസൾട്ട് തന്നിരുന്നാൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അതിന്റെ വിപരീത ക്രിയ ചെയ്യുക. പറഞ്ഞു മനസ്സിലായോ? ഇനി നമുക്ക് റിസൾട്ട് തന്നിരുന്നാൽ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ വിപരീത ക്രിയ എന്നൊരു രീതി മാത്രമേ ഉള്ളൂ? അല്ല, മറ്റൊരു രീതി കൂടിയുണ്ട്. എന്താണ്? മറ്റൊരു രീതി കൂടി ഉണ്ട്. അപ്പോ ഈ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ 2 രീതികളാണ് പഠിക്കുന്നത്. അതായത് ഫലം തന്നിരുന്നാൽ അല്ലെങ്കിൽ റിസൾട്ട് തന്നിരുന്നാൽ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 രീതികളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ രീതിയാണ് നമ്മൾ ഇപ്പൊ ചെയ്ത രീതി. ഏതാണ് രീതി? വിപരീത ക്രിയ. ഏതാണ് രീതി?
വിപരീത ക്രിയ. വിപരീത ക്രിയ. വിപരീത ക്രിയ അതായത് എന്താണ്? ഇൻവേഴ്സ് ഓപ്പറേഷൻ മെത്തേഡ്. ഇൻവേഴ്സ് ഓപ്പറേഷൻ മെത്തേഡ് വിപരീത ക്രിയ. ഇൻവേഴ്സ് ഓപ്പറേഷൻ മെത്തേഡ്. രണ്ടെന്താണ്? ബീജഗണിത രീതി. ഏതാണ്? ബീജഗണിത രീതി. ബീജഗണിത രീതി ഇംഗ്ലീഷിൽ എന്ത് പറയും? ഓൾജിബ്രായിക് ഓപ്പറേഷൻസ്. എന്താണ്? ഓൾജിബ്രായിക് ഓപ്പറേഷൻസും അതുപോലെ ഇൻവേഴ്സ് ഓപ്പറേഷൻസും. അപ്പോ ഒരു കണക്കിൽ അല്ലെങ്കിൽ ഒരു ക്രിയയില് അതിന്റെ ഫലം തന്നിരുന്നാൽ അതിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ട് രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് വിപരീത ക്രിയയും രണ്ട് ബീജഗണിത രീതിയും അല്ലേ? ബീജഗണിത രീതിയും അതായത് ഓൾജിബ്രായിക് മെത്തേഡും അതുപോലെ എന്താണ്? ഇൻവേഴ്സ് ഓപ്പറേഷൻ മെത്തേഡും അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഓപ്പറേഷൻ മെത്തേഡും ഇൻവേഴ്സ് ഓപ്പറേഷൻ മെത്തേഡും ബീജഗണിത ക്രിയാരീതിയും അതുപോലെ വിപരീത ക്രിയാ രീതിയും. പറഞ്ഞത് മനസ്സിലായല്ലോ? സംശയമില്ലല്ലോ? അപ്പോ ഈ വിപരീത ക്രിയയെ പറ്റി നമുക്ക് പറയാം. അതിനു മുൻപ് ബീജഗണിത രീതി അല്ലെങ്കിൽ ഇതിലെ ഈ ഒരു വാക്ക് ബീജഗണിതം എന്ന വാക്ക് എന്താണ്? ബീജഗണിതം എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ബീജഗണിതം എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു അല്ലേ? ശരിയല്ലേ? നമ്മളൊരു ചാപ്റ്റർ തന്നെ പഠിച്ചിരുന്നു, സംഖ്യകളും ബീജഗണിതവും, നമ്പേഴ്സ് ആൻഡ് ഓൾജിബ്ര. 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോ അതിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സംഖ്യകൾക്ക് പകരം എന്താണ്? സംഖ്യകൾക്ക് പകരം എന്ത് ചെയ്യുന്ന കുറച്ച് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ശരിയല്ലേ? സംഖ്യകൾക്ക് പകരം കുറച്ച് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഇതേ രീതി നമ്മൾ കഴിഞ്ഞ വർഷം ഏതൊക്കെ ചാപ്റ്ററിൽ പഠിച്ചു? 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, അൺചേഞ്ചിങ് റിലേഷൻസ് അല്ലേ? മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. അതുപോലെ ഏതും പഠിച്ചു? നമ്പേഴ്സ് ആൻഡ് ഓൾജിബ്ര. അതായത് ഫസ്റ്റ് ടേമില് എന്ത് പഠിച്ചു നമ്മൾ? അൺചേഞ്ചിങ് റിലേഷൻസ്, മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. അത് നമ്മൾ എന്ത് ഉപയോഗിച്ച് പഠിച്ചു? അക്ഷരങ്ങൾ, സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ എഴുതി ക്രിയ ചെയ്ത് പഠിച്ചു. അതുപോലെ സംഖ്യകളും ബീജഗണിതവും, നമ്പേഴ്സ് ആൻഡ് ഓൾജിബ്ര, അതായത് ലാസ്റ്റ് ടൈമിലെ പാഠം, അതിൽ നമ്മൾ എന്ത് പഠിച്ചു? എന്ത് പഠിച്ചേ? അതിലും നമ്മുടെ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ച് കണക്ക് ചെയ്ത് ക്രിയ ചെയ്ത് പഠിച്ചു. ശരിയല്ലേ? അപ്പോ ഈ ബീജഗണിതം എന്ന് പറയുന്ന വാക്ക്, ഇതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ഓൾജിബ്ര. ഈ ഓൾജിബ്ര എന്ന് പറയുന്ന വാക്കുണ്ടായത് എന്താണ്? അൾജിബർ എന്ന് പറയുന്ന ഒരു അറബ് വാക്കിൽ നിന്നാണ്. എന്താണ്? അൾജിബർ എന്ന് പറയുന്ന അറബ് വാക്കിൽ നിന്നാണ്. അതായത് ഓൾജിബ്ര അഥവാ ബീജഗണിതം എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടായത് എവിടെയാണ്? അറബികൾക്കിടയിലാണ്. എവിടെയാണ്? അറബികൾക്കിടയിലാണ്. അപ്പൊ അറബികളാണ് ഓൾജിബ്ര എന്ത് ചെയ്തത്? ലോകത്ത് പ്രചരിപ്പിച്ചത്. നമ്മൾ SSL പഠിച്ചിട്ടുണ്ട് 1ാമത്തെ ചാപ്റ്ററിൽ അല്ലേ? എന്താണ്? നവോത്ഥാനം, യൂറോപ്പിന്റെ നവോത്ഥാനം നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോ ആ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. അപ്പോ അറബികളാണ് യൂറോപ്പിൽ, നവോത്ഥാന കാലഘട്ടത്തിൽ അറബികളാണ് യൂറോപ്പിൽ എന്ത് പ്രചരിപ്പിച്ചത്? ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം പ്രചരിപ്പിച്ചത്. അപ്പോ ബീജഗണിതത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു അൽ ഖ്വാരിസ്മി. ആരാണ്? അൽ ഖ്വാരിസ്മി. അദ്ദേഹമാണ് എന്ത് പ്രചരിപ്പിച്ചത്? ബീജഗണിതം യൂറോപ്പിലൊക്കെ പ്രചരിപ്പിച്ചത്. ഓക്കെ. ദെൻ ഈ ഓൾജിബ്ര മെത്തേഡില് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താണ് ചെയ്യുന്നത്? സംഖ്യകൾക്ക് പകരം എന്തുപയോഗിക്കും? അക്ഷരങ്ങൾ ഉപയോഗിക്കും. സംഖ്യകൾക്ക് പകരം നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിക്കും. ഒരു കണക്ക് നോക്കുക. നമ്മുടെ ചോദ്യം ഇങ്ങനെ ആയിരുന്നു. ആദ്യത്തെ ചോദ്യം ഇങ്ങനെ ആയിരുന്നു: 8 ഒരു സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. ഒരു സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. ഞാൻ ഈ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ ചോദ്യം അതാണ്. ഒരു സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോൾ 8 കിട്ടിയെങ്കിൽ സംഖ്യ ഏതാണ്? ഒരു സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോൾ 8 കിട്ടിയെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഏതോ ഒരു സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. അപ്പോ ഞാൻ ഈ അറിഞ്ഞൂടാത്ത സംഖ്യ, അതായത് ഈ അൺനോൺ നമ്പറിന് പകരം ഇവിടെ എന്ത് കൊടുത്തു? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. എന്ത് കൊടുത്തു? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഈ അൺനോൺ നമ്പറിന് പകരം ഞാൻ എന്ത് ചെയ്തു? അറിയില്ലാത്ത നമ്പറിന് പകരം ഈ നമ്പർ നമുക്ക് അറിയില്ല. നമുക്ക് എന്ത് മാത്രമേ അറിയൂ? ഫലം മാത്രമേ അറിയൂ, റിസൾട്ട് മാത്രമേ അറിയൂ. അപ്പൊ അതിന് പകരം ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ദെൻ ആ സംഖ്യയോടൊപ്പം 3 കൂട്ടിയപ്പോൾ, അറിഞ്ഞുകൂടാത്ത നമ്പറിനോടൊപ്പം 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. നമ്മൾ എങ്ങനെ ചെയ്തു ഇത്? 8 - 3. ഇവിടെ
അഡീഷൻ ആയിരുന്നു അല്ലെ, സങ്കലനമായിരുന്നു. നമ്മൾ അതിന്റെ വിപരീത ക്രിയ ചെയ്തു. എന്ത് ചെയ്തു? വിപരീത ക്രിയ ചെയ്തു. അത് എത്രയാണ്? 8 - 3 അഡീഷന്റെ വിപരീതം സബ്ട്രാക്ഷൻ അല്ലെ, സങ്കലനത്തിന്റെ വിപരീത ക്രിയ വ്യവകലനം. അത് നമ്മൾ ചെയ്തു. 8 - 3 സമയം എത്രയാണ്? 5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനി ഇത് എന്ത് രീതിയാണ്? അപ്പോ വിപരീത ക്രിയാരീതിയാണ്. എന്ത് രീതിയാണ്? വിപരീത ക്രിയാരീതിയാണ്. എന്ത് രീതിയാണ്? വിപരീത ക്രിയാരീതിയാണ്. വിപരീത ക്രിയാരീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് ക്രിയയാണോ ചെയ്തിരിക്കുന്നത് നേരെ അതിന്റെ എന്ത് ചെയ്യും? അതിന്റെ ഓപ്പോസിറ്റ് ക്രിയ ചെയ്യും. അതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ക്രിയ ഏതാണോ അത് ചെയ്യും. ഓക്കെ. ഇനി ബീജഗണിത രീതിയിലേക്ക് വരുമ്പോൾ, എന്തിലേക്ക് വരുമ്പോൾ? ഓൾജിബ്ര മെത്തേഡിലേക്ക് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഒരു അക്ഷരം കൊടുക്കും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുക്കും. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുക്കും. ഞാനിവിടെ കൊടുത്തത് എന്താണ്? എക്സ് ആണ്. നിങ്ങൾക്ക് എക്സ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എ മുതൽ ഇസഡ് വരെയുള്ള 26 അക്ഷരങ്ങളിൽ, എ മുതൽ ഇസഡ് വരെയുള്ള 26 അക്ഷരങ്ങളിൽ ഏത് അക്ഷരം വേണമെങ്കിലും നിങ്ങൾ എന്ത് കൊടുക്കാം? ഇവിടെ ഈ അറിഞ്ഞുകൂടാത്ത നമ്പറിന് കൊടുക്കാം. പറഞ്ഞ മനസ്സിലായോ? ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ അറിഞ്ഞുകൂടാത്ത നമ്പറിന് കൊടുക്കാം. അപ്പോൾ ഈ അറിഞ്ഞുകൂടാത്ത നമ്പറിന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഞാൻ ഇവിടെ എക്സ് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ കണക്ക് എങ്ങനെ ചെയ്യും? അറിഞ്ഞുകൂടാത്ത നമ്പറിന് ക്വസ്റ്റ്യൻ മാർക്കിന് വരെ ഞാൻ എക്സ് കൊടുത്തപ്പോൾ എക്സ് + 3 എന്ന് എഴുതി അല്ലേ? ശരിയല്ലേ? അതായത് ഈ അൺനോൺ നമ്പർ ആയ എക്സിനോടൊപ്പം 3 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 8 കിട്ടി. ഈ അൺനോൺ നമ്പർ ആയ നമ്പർ എന്ന് പറഞ്ഞു. തെറ്റുണ്ടോ? ഇല്ല. കാരണം ആ നമ്പറിനെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അക്ഷരം കൊടുത്തത്. അയ്യോ സാർ നമ്പർ എന്നല്ലേ പറഞ്ഞത്, തെറ്റല്ലേ, ഇത് ലെറ്റർ അല്ലേ എന്ന് ചോദിക്കരുത്. എന്താണ് കാര്യം? നമ്മൾ ഈ എക്സ് കൊടുത്തത് എന്തിനു പകരമായിട്ടാണ്? ഇവിടുത്തെ നമ്പറിന് പകരമായിട്ടാണ്. ആ നമ്പർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ വില എന്ന് പറയുന്നത് ആ നമ്പർ ആയിരിക്കും. നമുക്ക് ആൻസർ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ഏതാണോ അതായിരിക്കും. അപ്പോൾ എക്സ് + 3 = 8. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ചെയ്യേണ്ട രീതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫലത്തിൽ നിന്നും റിസൾട്ടിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്യുക? കുറയ്ക്കുക. എന്തുകൊണ്ടാണ് കുറച്ചത്? ഇവിടെ കൂട്ടി, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കുറച്ചത്. ശരിയല്ലേ? ഇവിടെ കൂട്ടിയത് കൊണ്ടാണ് നമ്മളിവിടെ കുറച്ചത്. ഇവിടെ കുറച്ചിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ കൂട്ടുമായിരുന്നു. ഇവിടെ ഗുണിച്ചിരുന്നെങ്കിലോ നമ്മൾ ഇവിടെ ഹരിക്കുമായിരുന്നു. ഇവിടെ ഹരിച്ചിരുന്നെങ്കിലോ നമ്മളിവിടെ ഗുണിക്കുമായിരുന്നു. അതായത് ബീജഗണിത രീതിയിലും എന്ത് തന്നെ ഉപയോഗിക്കുന്നു? നമ്മള് വിപരീത ക്രിയാരീതി തന്നെ ഉപയോഗിക്കുന്നു. ബീജഗണിത രീതിയിലും എന്ത് തന്നെ ഉപയോഗിക്കുന്നു? വിപരീത ക്രിയാരീതി തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ എന്താണ് മാറ്റം? വിപരീത ക്രിയാരീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നമ്പറിനെ അൺനോൺ നമ്പറാക്കി തന്നെ വച്ചിരിക്കുന്നു. പക്ഷേ ബീജഗണിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ അറിഞ്ഞൂടാത്ത നമ്പറിനെ, ആ അൺനോൺ നമ്പറിനെ നമ്മൾ ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അപ്പോൾ ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് തന്നെയാണ്? വിപരീത ക്രിയയുടെ അതേ രീതി തന്നെ ആണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് എക്സ് = 8 - 3 എത്രയാണ്? 8ൽ നിന്ന് 3 കുറച്ചാൽ 5 ആയിരിക്കും അല്ലേ? 8 - 3 = 5. ശരിയല്ലേ? 8 - 3 = 5. ഓക്കെ ആണല്ലോ? ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതായത് എക്സ് + 3 = 8 ആണ്. ഓക്കെ ആണല്ലോ? ഇനി എക്സ് + 3 ഇവിടെ ഒരു ചിഹ്നമുണ്ട്. ഏതാണ് ചിഹ്നം? സമചിഹ്നം അല്ലേ? ഈക്വൽ സൈൻ ഉണ്ട്. ആണല്ലോ? ആ ഈക്വൽ സൈനിന്റെ ഇടതുഭാഗത്തല്ലേ? നോക്കിക്കേ, നിങ്ങളുടെ ഇടത് കൈ വരുന്ന ഭാഗത്താണ് x + 3 ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇടതുഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് LHS എന്ന് വിളിക്കും. എന്ത് വിളിക്കും? LHS. ഈ സാധനം മറന്നു പോകരുത്, ഈ ഒരു പേര് മറന്നു പോകരുത്. LHS മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, മലയാളത്തിൽ ഇടതുവശം തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഈ ഒരു പദം അടുത്ത വർഷങ്ങളിലൊക്കെ ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ ഇടതുവശത്തിരിക്കുന്ന പദത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്നും വലതുവശത്തിരിക്കുന്നതിനെ എന്ത് വിളിക്കും? റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്നും വിളിക്കും. ഓക്കെ ആണോ? അപ്പോൾ x + 3 = 8 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇതൊരു ഇക്വേഷൻ ആണ്, ഇതൊരു സമവാക്യമാണ്. അപ്പോൾ എന്താണ് സമവാക്യം? ഞാൻ ക്ലാസിന്റെ ആദ്യം പറഞ്ഞു നമുക്ക് സമവാക്യം എന്താണെന്ന് പറയേണ്ടതുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് സമവാക്യം? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സമവാക്യം?
സമവാക്യം എന്ന് പറഞ്ഞാല് സമചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്ന വാക്യം. സമചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്ന വാക്യം, അതായത് ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഈക്വൽ സൈൻ കൊണ്ട് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇക്വേഷൻസ്. ഈക്വൽ സൈൻ കൊണ്ട് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇക്വേഷൻസ്. അതായത് നമ്മളൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ 4 + 3 = 7. 4 + 3 എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും. ഇതും എന്താണ്? നമ്പർ വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു ന്യൂമറിക്കൽ ഇക്വേഷൻ ആണ്. ഇതൊരു ന്യൂമറിക്കൽ ഇക്വേഷൻ ആണ്. സംഖ്യാപരമായ സമവാക്യമാണ്. എന്താണ്? സംഖ്യാപരമായ സമവാക്യമാണ്. അപ്പോൾ നമ്മൾ സമവാക്യം എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ് സമവാക്യം? ഒരു ഈക്വൽ സൈൻ അല്ലെങ്കിൽ ഒരു സമചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്ന എന്ത് വാക്യമാണ് എന്ത്? സമവാക്യം. ഒരു സമചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈക്വൽ സൈൻ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇക്വേഷൻസ്. ഇനി ഒരു ഇക്വേഷൻസിൽ ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളുക. ഒരു ഇക്വേഷനിൽ ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ ആ ഈക്വൽ സൈനിന്റെ ഇടതുഭാഗത്തുള്ളതും ഈക്വൽ സൈനിന്റെ വലതുഭാഗത്തുള്ളതും എന്തായിരിക്കും? ഒരേ വിലയായിരിക്കും. എന്തായിരിക്കും? ഒരേ വിലയായിരിക്കും. അതായത് ഇടതുഭാഗത്തുള്ള ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വില തന്നെയായിരിക്കും എവിടെയുള്ളത്? വലതുഭാഗത്തുള്ളത്. ഇടതുഭാഗത്തുള്ള ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വിലയായിരിക്കും എവിടെയുള്ളത്? വലതുഭാഗത്തുള്ളത്. അതാണ് ഇക്വേഷന്റെ പ്രത്യേകത. ഒരു ഇക്വേഷന്റെ ഇടതും വലതും തുല്യമായിരിക്കും. ഇക്വേഷന്റെ ഇടതും വലതും തുല്യമായിരിക്കും. ഓക്കെ, ഇക്വേഷന്റെ ഇടതും വലതും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഒരു ഇക്വേഷന്റെ LHSഉം RHSഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ഇക്വേഷന്റെ LHSഉം RHSഉം ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 4 + 3 = 7 ഒരു സമവാക്യമാണെന്ന് പറഞ്ഞു. അത് എന്ത് സമവാക്യമാണെന്നാണ് പറഞ്ഞത്? സംഖ്യാപരമായ സമവാക്യം, ന്യൂമറിക്കൽ ഇക്വേഷൻ. ശരിയല്ലേ? ന്യൂമറിക്കൽ ഇക്വേഷൻ. അപ്പോ ഇതോ x+3 = 8 എന്ന് പറയുന്നതും ഒരു സമവാക്യമാണെന്ന് പറഞ്ഞു. അത് ന്യൂമറിക്കൽ ഇക്വേഷൻ ആണോടെ? ഒന്ന് നോക്കിക്കോ. ദാ ഇവിടെ ഒരെണ്ണം എന്താണ്? നമ്പർ അല്ല, പകരം ലെറ്റർ ആണ്. നമ്പർ അല്ല, പകരം ലെറ്റർ ആണ്, അക്ഷരമാണ്. അപ്പോൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സമവാക്യത്തിൽ ഒരു അക്ഷരത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഒരു സമവാക്യത്തിൽ ഒരു അക്ഷരം ഉണ്ടെങ്കിൽ ആ സമവാക്യത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബീജഗണിത വാക്യം എന്നാണ് വിളിക്കുന്നത്. ബീജഗണിത വാക്യം, ഓൾജിബ്രായിക് ഇക്വേഷൻ. എന്താണ്? ബീജഗണിത സമവാക്യം അല്ലെങ്കിൽ ബീജഗണിത വാക്യം, ഓൾജിബ്രായിക് ഇക്വേഷൻ. പറഞ്ഞത് മനസ്സിലായല്ലോ? ഓൾജിബ്രായിക് ഇക്വേഷൻ. ഇപ്പൊ എന്താണ് ഓൾജിബ്രായിക് ഇക്വേഷൻ? ഒരു സമവാക്യത്തിൽ ഒരു അക്ഷരത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഒരു സമവാക്യത്തിൽ ഒരു അക്ഷരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സമവാക്യത്തിൽ ഒരു അക്ഷരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമവാക്യത്തെ എന്തു പേര് വിളിക്കുന്നു? ബീജഗണിത സമവാക്യം, ബീജഗണിത വാക്യം. ഓക്കെ, in an equation there is a letter, then it is known as what? Algebraic equation. Then it is known as algebraic equation. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് x+3 = 8 നമ്മുടെ സമവാക്യമാണ്. ഇവിടെ x-നോടൊപ്പം 3 കൂട്ടിയിരിക്കുകയാണ്. x-നോടൊപ്പം 3 കൂട്ടിയിരിക്കുകയാണ്. എവിടെ? ഈ സമവാക്യത്തിന്റെ ഇടതുവശത്ത്. ഈ സമവാക്യത്തിന്റെ ഇടതുവശത്ത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. അല്ലേ? ഇവിടെ 3 എന്ന സംഖ്യ x-നോടൊപ്പം കൂട്ടിയിരിക്കുകയാണ്. ഈ സമവാക്യത്തിന്റെ ഇടതുഭാഗത്ത് കൂട്ടിയിരിക്കുകയാണ്. കൂട്ടിയിരിക്കുകയല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ x-ന്റെ വില കണ്ടുപിടിക്കാൻ, ഈ ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കാൻ? x-ന്റെ വില കണ്ടുപിടിക്കാൻ. ഈ ഇക്വേഷനിൽ x-ന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ടത് ഇതിന്റെ LHSൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇടതുവശത്ത് ഏത് ക്രിയയാണോ ചെയ്തിരിക്കുന്നത് അതിന്റെ എന്ത് ചെയ്യുക? വിപരീത ക്രിയ ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? ക്രിയ ചെയ്യുക. ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ചെയ്യുക. അതെന്താണത്? മൈനസ് ആണ്, അല്ലെ?
ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ കുറയ്ക്കും. 8 - 3 സമം എത്രയാണ്? 5. പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ സമത്തിന്റെ ഇടതുവശത്ത് ഇരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയെ, ഒരു നമ്പറിനെ, സമത്തിന്റെ ഇടതുവശത്ത് ഇരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയെ വലതുവശത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അതിന്റെ വിപരീത ക്രിയയാവും. സമത്തിന്റെ ഇടതുവശത്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയെ വലതുവശത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ വിപരീത ക്രിയയാകും. കൂട്ടാനാണെങ്കിൽ കുറയ്ക്കാനാകും, കുറയ്ക്കാനാണെങ്കിൽ കൂട്ടാനാകും, ഗുണിക്കാനാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കാനാവും, ഹരിക്കാനാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കാനാവും. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. x + 3 = 8 ഒരു ഇക്വേഷനാണ്. അതിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇടതുവശത്തുള്ളതിനെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലെ ഇടതുവശത്തുള്ളതിനെ എന്ത് ചെയ്യുക? വലതുവശത്തേക്ക് കൊണ്ടുപോവുക. എന്തിന്റെ വലതുവശത്തേക്ക്? സമചിഹ്നത്തിന്റെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. സമചിഹ്നത്തിന്റെ വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഏത് ക്രിയയാണോ അതിന്റെ ഓപ്പോസിറ്റ് ക്രിയ അപ്പുറത്ത് ചെയ്യേണ്ടി വരും. ഇവിടെ കൂട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് കുറയ്ക്കേണ്ടി വരും. ഇവിടെ കുറച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് കൂട്ടേണ്ടി വരും. ഗുണിച്ചിരിക്കുകയാണെങ്കിൽ ഹരിക്കേണ്ടി വരും. ഹരിച്ചിരിക്കുകയാണെങ്കിൽ ഗുണിക്കേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ഇക്വേഷന്റെ LHSഉം RHSഉം ഈക്വൽ ആണെന്ന് പറഞ്ഞു. LHSഉം RHSഉം ഈക്വൽ ആണ്. ഇടതുവശവും വലതുവശവും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ശരിയാണോ ചെക്ക് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ശരിയാണോ ചെക്ക് ചെയ്യണ്ടേ? വെറുതെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യണം, തെളിയിക്കണം അല്ലേ? പ്രൂവ് ചെയ്യണം. അപ്പോൾ x + 3 = 8. x + 3 = 8. നമുക്ക് എക്സിന്റെ വില കിട്ടി. എത്രയാണ്? അത് 5 ആണ്. അതായത് 5 + 3. 5 + 3 എന്താണ്? 8 ആണ് അല്ലേ? ശരിയല്ലേ? 5 + 3 8 ആണ്. 5 3 കൂട്ടി 8 ആണ്. അത് തന്നെയല്ലേ വലതുവശത്തും ഉള്ളത്? ശരിയല്ലേ? ഇതേ ക്രിയ തന്നെയാണ് അവ എന്ത് ചെയ്തത്? ഇതേ ഉത്തരം തന്നെയാണ് അപ്പുറത്തും ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു സമവാക്യത്തിന്റെ ഇടതുവശവും വലതുവശവും തുല്യമല്ലേ? ഇടതുവശവും വലതുവശവും തുല്യമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? സമവാക്യം എന്താണെന്ന് പറഞ്ഞു. അല്ല, അതിനു മുൻപ് വിപരീത ക്രിയ എന്താണെന്ന് പറഞ്ഞു. എന്താണ് വിപരീത ക്രിയ? ഫലം അറിയാമെങ്കിൽ അല്ലെ, റിസൾട്ട് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യ കണ്ടുപിടിക്കാൻ, റിസൾട്ട് അറിയാമെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ ഏത് ക്രിയയാണോ ചെയ്തിരിക്കുന്നത് അതിന്റെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ക്രിയ ചെയ്യണം. അതിന്റെ എന്ത് ചെയ്യണം? വിപരീത ക്രിയ ചെയ്യണം. ഓക്കെ ആണല്ലോ? പിന്നെ പറഞ്ഞത് രണ്ടാമത്തെ രീതി ബീജഗണിത രീതിയാണ്. ബീജഗണിത രീതിയും വിപരീത ക്രിയാരീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിപരീത ക്രിയാരീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അൺനോൺ നമ്പറിനെ അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ടോ മറ്റോ സൂചിപ്പിച്ചാൽ മതിയായിരിക്കും. പക്ഷേ ഓൾജിബ്ര രീതിയിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കും, ഒരു ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഓക്കെ ആണല്ലോ? ഒരു ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കും. ദെൻ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സമത്തിന്റെ, അതായത് ഈക്വൽ സൈനിന്റെ ഇടതുവശവും വലതുവശവും തുല്യമായ ക്വാണ്ടിറ്റിയാണ് അല്ലേ? ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു സമവാക്യം എന്ന് പറയുന്നത് സമചിഹ്നത്തിന്റെ ഇടതുവശവും വലതുവശവും തുല്യമായ വാക്യമാണ് അല്ലേ? ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും LHSഉം RHSഉം ഈക്വൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഇനി നമ്മൾ പറഞ്ഞു സംഖ്യാവാക്യവും ബീജഗണിത വാക്യവും. എന്താണ് സംഖ്യാവാക്യം? സംഖ്യാവാക്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ കാണൂ? സംഖ്യ മാത്രമേ കാണൂ. അവിടെയും ഇടതുവശവും വലതുവശവും തുല്യമായിരിക്കും. അവിടെയും ഇടതുവശവും വലതുവശവും തുല്യമായിരിക്കും. ഒരു സംഖ്യാവാക്യത്തിന്റെ ഇടതും വലതും തുല്യമായിരിക്കും. അവിടെ എന്ത് മാത്രമേ കാണൂ? സംഖ്യകൾ മാത്രമേ കാണൂ. എന്നാൽ ബീജഗണിത വാക്യം അല്ലെങ്കിൽ ബീജഗണിത സമവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇടതുവശത്തോ വലതുവശത്തോ എവിടെയായാലും, ഇടതുവശത്തോ വലതുവശത്തോ എവിടെയെങ്കിലും എന്തുണ്ടായിരിക്കും? ഒരു അക്ഷരം ഉണ്ടായിരിക്കും. ഒന്നോ ഒന്നിൽ കൂടുതലോ അക്ഷരം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു ബീജഗണിത വാക്യത്തിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു അക്ഷരമെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഒരു ബീജഗണിത വാക്യത്തിൽ, ഒരു ബീജഗണിത സമവാക്യത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അക്ഷരമെങ്കിലും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്തത്. ഇനി നമ്മൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആഴത്തിലറിയാം, കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ x + 4 = 7. x + 4 = 7. ഇതെന്താണ്? ഇതൊരു സമവാക്യമാണ്. ഇതൊരു എന്ത് സമവാക്യമാണ്? ഓൾജിബ്രായിക് ഇക്വേഷൻ ആണ് അല്ലെ? ഒരു ബീജഗണിത
സമവാക്യമാണ്, ഈ ഒരു ബീജഗണിത വാചകമാണെന്ന് പറയാം. ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞാലും മതി. ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ എത്ര ഭാഗങ്ങളുണ്ട്? ഇടതുവശത്ത് 2 ഭാഗങ്ങൾ, എക്സിന്റെ ഒരു ഭാഗവും 4ന്റെ ഒരു ഭാഗവും, വലതുവശത്ത് 7 എന്ന ഒരു ഭാഗം. ശരിയല്ലേ? അതായത് 3 ആൾക്കാരാണ് എവിടെ ഉള്ളത്? ഈ ഇക്വേഷനിൽ ഉള്ളത്. എക്സ് എന്നൊരാള്, 4 എന്നൊരാള്, 7 എന്നൊരാള്. ശരിയല്ലേ? എക്സ്, 4, 7 അങ്ങനെ 3 പേരുണ്ട് അല്ലെ ഈ ഇക്വേഷനിൽ. ഈ 3 പേരെയും എന്താണ്? ഈ 3 പേരെയും നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ്? നമ്പർ എന്നും വിളിക്കാറുണ്ട്. എന്തെന്ന് വിളിക്കാറുണ്ട്? നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഈ ലെറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് വേരിയബിൾ എന്നാണ്. എന്താണ് വിളിക്കുക? വേരിയബിൾ. എന്താണ് വിളിക്കുക? വേരിയബിൾ. എന്താണ്? വേരിയബിൾ. മലയാളത്തിൽ എന്താണ്? ചരം. ചാരമല്ല, ചരം. ഓക്കെ, വേരിയബിൾ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് വേരിയബിൾ? എന്തുകൊണ്ടാണ് വേരിയബിൾ എന്ന ഒരു പേര് കൊടുത്തത്? എന്തുകൊണ്ടാണ് വേരിയബിൾ എന്നൊരു പേര് കൊടുത്തത് നോക്കാം. അത് പറയാനായിട്ട് ഞാൻ 2-3 എക്സ്പ്രഷൻ കൂടി എഴുതുകയാണ്. എക്സ് മൈനസ് 4 സമം 6. എക്സ് മൈനസ് 4 സമം 6. അതുപോലെ എക്സ് ഗുണം 3 സമം 12. എക്സ് ഗുണം 3 സമം 12. അതുപോലെ എക്സ് ഡിവൈഡഡ് ബൈ 7 സമം 3. എക്സ് ഡിവൈഡഡ് ബൈ 7 സമം 3. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 4 സമം 7, ഇത് എക്സ് മൈനസ് 4 സമം 6, എക്സ് ഇൻറ്റു 3 സമം 12, എക്സ് ഡിവൈഡ് ബൈ 7 സമം 3. 4 ഇക്വേഷനുണ്ട്. 4 ഇക്വേഷനുണ്ട്. ഇതിലെ എക്സിന്റെ വില എത്രയാണ്? ഇവിടെ കൂട്ടിയിരിക്കുക, നമ്മൾ അപ്പുറത്തുകൊണ്ട് കുറയ്ക്കണം അല്ലേ? ശരിയല്ലേ? ഇവിടെ കൂട്ടിയിരിക്കുക, നമ്മൾ അപ്പുറത്തുകൊണ്ട് പോയി കുറയ്ക്കണം. അതായത് എക്സിന്റെ വില ഇവിടെ എത്രയായിരിക്കും? 7 മൈനസ് 4 സമം 3 ആയിരിക്കും. ശരിയല്ലേ? എക്സിന്റെ വില ഇവിടെ 3 ആണ്. ദെൻ ഇവിടെ എന്താണ്? എക്സ് മൈനസ് 4 സമം 6. എക്സ് മൈനസ് 4 സമം 6. അപ്പൊ എക്സ് സമം എത്രയായിരിക്കും? 6 പ്ലസ് 4 സമം 10 ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സിന്റെ വില 10 ആണ്. ഇവിടെ എക്സ് ഇൻറ്റു 3 സമം 12. എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്ത് വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യും. വിപരീത ക്രിയ വരും അല്ലേ? ദാറ്റ് മീൻസ് 12 ഡിവൈഡ് ബൈ ഗുണത്തിൻ്റെത് ഹരണമാണ്. 12 ഡിവൈഡ് ബൈ 3 സമം എത്ര? 4. ഇത്രയാണ് 4. ദെൻ എക്സ് ഡിവൈഡ് ബൈ 7 സമം 3. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ക്രിയയുടെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. എക്സിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സോറി, എക്സിന്റെ അല്ല, ഹരണത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗുണനമാണ് അല്ലേ? അതായത് എക്സ് സമം 3, ഈ 3 ഉണ്ട് അല്ലേ? ഗുണം 7. 3 ഗുണം 7 21. നോക്കിക്കോ. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 4 സമം 7 ആയിരുന്നു. എക്സിന്റെ വില 3 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 4 സമം 6 ആണ്. എക്സിന്റെ വില 10 എന്ന് കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ എക്സ് ഇൻറ്റു 3 സമം 12 ആണ്. എന്ത് കിട്ടി? എക്സിന്റെ വില 4 എന്ന് കിട്ടി. എക്സ് ഡിവൈഡ് ബൈ 7 സമം 3 ആണ്. എക്സിന്റെ വില എന്തെന്ന് കിട്ടി? 21 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇവിടെയെല്ലാം ഓരോ കണക്കിലും എക്സിന് എന്താണ്? ഓരോ വിലയല്ലേ? ശരിയല്ലേ? ഓരോ കണക്കിലും, ഓരോ പ്രോബ്ലത്തിലും, ഓരോ ക്രിയയിലും എക്സിന്റെ വില എന്ത് ചെയ്യുന്നു? മാറുന്നു. എക്സിന്റെ വില മാറുന്നു. എക്സിന്റെ വില എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. ശരിയല്ലേ? എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു, മാറുന്നു. അപ്പോ എക്സിന്റെ വില മാറുന്നു. അപ്പോ എക്സിന് കൃത്യമായ ഒരു വിലയില്ല. ഓരോ കണക്കിലും എന്തായിരിക്കും? അതിന് ഓരോ വിലയായിരിക്കും. അപ്പോ ഓരോ കണക്കിലും ഓരോ വിലയായതുകൊണ്ടാണ് എന്തിനെ നമ്മള് നമ്പറിന് പകരം ഉപയോഗിക്കുന്ന, ഇക്വേഷനിൽ നമ്പറിന് പകരം ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്ക് എന്ത് പേര് കൊടുത്തത്? വേരിയബിൾ എന്ന പേര് കൊടുത്തത്. നമ്പറിന് പകരം ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്ക് വേരിയബിൾ എന്ന പേര് കൊടുത്തതിന്റെ പ്രധാന കാരണം എന്താണ്? ഓരോ കണക്കിലും ആ കൊടുത്തേക്കുന്ന വേരിയബിളിന്റെ വില, വാല്യൂ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു, മാറുന്നു. അപ്പോ വില മാറുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് വിളിക്കുക. എന്ത് ചെയ്യുന്നു? വില മാറുന്നു. ശരിയല്ലേ? ചരം എന്നാലും അർത്ഥം തന്നെയാണ്, മാറുന്നത് തന്നെയാണ്. ഓക്കെ, വില മാറുന്നു. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ? ശരി. അപ്പോ ഒരു ഇക്വേഷനിലെ എന്തിനെ, അക്ഷരത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വേരിയബിൾ അല്ലെങ്കിൽ ചരം. വേരിയബിൾ അല്ലെങ്കിൽ
ചരം മറന്നുപോയി. ഇനി സമവാക്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, സമവാക്യത്തിൽ നമ്മൾ ടേംസ് എന്നൊക്കെ, സമവാക്യത്തിൽ ഓരോ പദത്തെയും ടേംസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ കോഎഫിഷ്യന്റ് എന്നത് സമവാക്യവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. അപ്പോൾ വേരിയബിള്, കോഎഫിഷ്യന്റ്, അതുപോലെ ടേംസ്, അതുപോലെ കോൺസ്റ്റന്റ്, ഇതൊക്കെ എന്താണ്? സമവാക്യവുമായി ബന്ധപ്പെട്ട പേരുകളാണ്, സമവാക്യവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഓക്കെ, പദങ്ങളാണ്. അതായത് എന്ത്? ചരം, അതുപോലെ പദങ്ങൾ, സ്ഥിരസംഖ്യ, ഗുണോത്തരം, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഈ സമവാക്യവുമായി ബന്ധപ്പെട്ട ഓരോരോ പദങ്ങളാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ, അതായത് ഈ വർഷം തന്നെ അടുത്ത ഒരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിലോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇത് തുടർച്ചയായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ 10ാം ക്ലാസ് വരെയും എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്? ആ ഓൾജിബ്രയുമായി, ഈ ഒരു ഓൾജിബ്രയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പേരുകൾ വീണ്ടും വീണ്ടും പറയാം. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കണക്കുകളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്കുകളാണ് ഉള്ളത്. ചോദ്യം ഓരോന്നായി ഞാൻ വായിക്കാം. അതിൽ ഒരെണ്ണം ഞാൻ വായിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്ത് നോക്കാം. എങ്ങനെ അതിൻ്റെ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചോദ്യത്തിന്റെയും സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: സുഹറ ഓപ്പൺഡ് ഹെർ മണി ബോക്സ് ആൻഡ് സ്റ്റാർട്ടഡ് കൗണ്ടിങ്. How much do you have? Mother asked. If you give me 7 rupees, I would have around 50. Suhara looked up hopefully. How much does she have in her box? അപ്പോൾ സുഹറ അവളുടെ പണപ്പെട്ടി തുറന്ന് എണ്ണുകയായിരുന്നു. അപ്പോൾ അമ്മ ഒന്ന് ചോദിച്ചു, എത്ര രൂപയുണ്ട്? അമ്മ ഒന്ന് ചോദിച്ചു, എത്ര രൂപയുണ്ട്? അപ്പൊ എന്ത് പറഞ്ഞു? അപ്പോൾ സുഹറ പറഞ്ഞ മറുപടി എങ്ങനെയാണ്? എനിക്ക് എത്ര തരികയാണെങ്കിൽ, എനിക്കൊരു 7 രൂപ കൂടി തരികയാണെങ്കിൽ എത്ര രൂപയാകും? ഇവിടെ 50 രൂപയാകും. അപ്പോൾ സുഹറ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: 7 രൂപ കൂടി തരുമെങ്കിൽ 50 രൂപയാകും. അങ്ങനെയാണെങ്കിൽ സുഹറയുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയാണ് ഉള്ളത്? നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാം? ഇൻവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, വിപരീത ക്രിയ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോ സുഹറയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നമുക്ക് അറിയാമോ? അറിയില്ല. പക്ഷേ സുഹറ പറഞ്ഞ മറുപടി എന്താണ്? എനിക്കൊരു 7 രൂപ കൂടി കിട്ടുകയാണെങ്കിൽ എത്ര രൂപയാകും? 50 രൂപയാകും. ഇപ്പൊ സുഹറയുടെ കയ്യിൽ എത്ര രൂപ നമുക്ക് അറിയില്ല. സുഹറ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: 7 രൂപ കൂടി കിട്ടിയാൽ അത് 50 രൂപയാകും. എത്ര രൂപയാകും? 50 രൂപയാകും. പണപ്പെട്ടിയിൽ 50 രൂപ ആകും. അതായത് 7 രൂപ കൂടി കിട്ടുമ്പോൾ അതിലെ എന്ത് കൂടുന്നു? പണത്തിന്റെ മൂല്യം, അതിനകത്തുള്ള കാശ് കൂടുന്നു, അതിനകത്തുള്ള മണി, അതിനകത്തുള്ള പൈസ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോ കൂടുകയാണല്ലോ. അപ്പൊ 7 രൂപ കൂടി ഇടുമ്പോൾ അതിനകത്തുള്ള കാശ് കൂടുതലേ, പൈസ കൂടും. അപ്പോ കൂടുന്നു. അപ്പൊ കൂടുമ്പോ എത്ര രൂപയാകും? 50 രൂപയാകും. പറഞ്ഞ മനസ്സിലായോ? 7 രൂപ കൂടി ഇട്ടാൽ 50 രൂപയാകും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ സുഹറയുടെ കയ്യിലുള്ള തുക, അല്ലേ? സുഹറയുടെ കയ്യിലുള്ള തുക എന്താണ്? എമൗണ്ട് ഇൻ സുഹറാസ് ഹാൻഡ്. എത്രയാണ് അത്? എന്ത് ചെയ്യും? ഇവിടെ ഉള്ളതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കും? ഈ കിട്ടാനുള്ള തുക കുറയ്ക്കും, അല്ലെ? 7 രൂപ കൂടെ കിട്ടിയാൽ 50 രൂപയാകും. എന്ന് വെച്ചാൽ 7 രൂപ എന്താണ്? അവിടെ കുറവാണ്. 7 രൂപ കൂടെ കിട്ടിയാലേ 50 രൂപയാകൂ. അപ്പോ പണപ്പെട്ടിയിൽ 7 രൂപ കുറവാണ്. അതായത് നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്? ദ എമൗണ്ട് ഇൻ സുഹറാസ് മണി ബോക്സ്. സുഹറാസ് മണി ബോക്സ്, സുഹറയുടെ പണപ്പെട്ടിയിലെ തുക സമം എത്രയാണ്? 50 മൈനസ് 7. വിപരീത ക്രിയ. ഇവിടെ എന്ത് ചെയ്തിരുന്നു? കൂട്ടിയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? അത് കുറച്ചു. എത്രയാണ്? 43 രൂപ. എത്ര രൂപയാണ്? 43 രൂപ. പറഞ്ഞു മനസ്സിലായോ? അപ്പോ സുഹറയുടെ കയ്യിൽ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയായിരുന്നു. അപ്പൊ അമ്മ ചോദിച്ചു, എന്താണ്? എത്ര രൂപയുണ്ട്? അപ്പോ സുഹറ പറഞ്ഞു, എന്താണ്? അതൊരു 7 രൂപയോടെ കിട്ടിയാൽ 50 രൂപയാവും. ഒരു 7 രൂപയോടെ കിട്ടിയാൽ 50 രൂപയാവും. അപ്പോൾ സുഹറയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നാണ് ചോദ്യം. അതായത് 7 രൂപ കൂടെ കിട്ടിയാലേ 50 രൂപയാകും. എന്ന് വെച്ചാൽ
50 രൂപയാകാൻ എത്ര രൂപ കുറവുണ്ട്? 7 രൂപ കുറവുണ്ട്. 50 രൂപയാകാൻ 7 രൂപ കുറവുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 50 - 7 = 43. വിപരീത ക്രിയയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ കൂട്ടിയിരുന്നു. നമ്മൾ ഫലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇതാ. നമ്മുടെ റിസൾട്ട് 50 രൂപയാണ്. പക്ഷേ നമുക്ക് സംഖ്യ എത്രയാണ്? ഇതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത സംഖ്യയാണ്. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഫലം അറിയാം, റിസൾട്ട് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യും? വിപരീത ക്രിയ ചെയ്യും. വിപരീത ക്രിയ ചെയ്യും. അപ്പോൾ ഫലം അറിയാമെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വിപരീത ക്രിയ ചെയ്യുക. അതായത് എന്ത്? സംഖ്യ എന്താണെങ്കിൽ അതിസംഖ്യയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്താക്കുക? നെഗറ്റീവ് ആക്കുക. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആക്കുക. ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അതായത് ഇവിടെ കൂട്ടാനാണെങ്കിൽ എന്ത് ചെയ്യുക? അത് കുറയ്ക്കുക. കുറയ്ക്കാനാണെങ്കിൽ അത് കൂട്ടുക. ഗുണിക്കാനാണെങ്കിൽ വിപരീത ക്രിയ ചെയ്യുമ്പോൾ ഹരിക്കുക. ഹരിക്കാനാണെങ്കിൽ വിപരീത ക്രിയ ചെയ്യുമ്പോൾ ഫലത്തെ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക. റിസൾട്ടിനെ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ റിസൾട്ട് 50 ആണ്. 50 - 7 = 43. മനസ്സിലായല്ലോ? ദെൻ അടുത്ത ചോദ്യം. ഉണ്ണി spent 8 rupees out of his എന്താ വിഷുക്കൈ നീട്ടം ടു ബൈ എ പെൻ. അതായത് ഉണ്ണി എന്ത് ചെയ്തു? അവന് കിട്ടിയ വിഷുക്കൈ നീട്ടത്തിൽ നിന്നും എത്ര രൂപ ചിലവാക്കി? 8 രൂപ ചിലവാക്കി. എന്തിനാണ് ചിലവാക്കിയത്? പേന മേടിക്കാനാണ് ചിലവാക്കിയത്. പേന മേടിക്കാനാണ്, അപ്പോൾ എഴുതാനാണ് അല്ലേ? നല്ല കാര്യത്തിനാണ് ചിലവാക്കിയത്. അപ്പോൾ 8 രൂപ എന്ത് ചെയ്തു? പേന വാങ്ങാൻ ചിലവാക്കി. നൗ ഹി ഹാസ് 42 rupees ലെഫ്റ്റ്. ഇപ്പോൾ അവന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 42 രൂപയുണ്ട്. എത്ര രൂപയുണ്ട്? 42 രൂപയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവന്റെ കൈനീട്ടം അവന് കിട്ടിയത് എത്ര രൂപയാണ്? വാട്ട് ഈസ് ഹിസ് കൈനീട്ടം എന്നാണ് ചോദ്യം. അപ്പോൾ അവന് കിട്ടിയ കൈനീട്ടം എത്ര രൂപയാണ്? ഓക്കെ, നോക്കുക. 8 രൂപ ചിലവാക്കിയപ്പോൾ എത്ര രൂപ? 42 രൂപയായി. കിട്ടിയ കൈനീട്ടത്തിൽ നിന്നും 8 രൂപ ചിലവാക്കിയപ്പോൾ, അപ്പോൾ ചിലവാകുമ്പോൾ നമ്മുടെ കയ്യിലെ പണം കൂടുമോ കുറയുമോ? കുറയും അല്ലേ? നമ്മുടെ കയ്യിലുള്ള പണം കുറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 40 രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 40 രൂപയുണ്ട്. അതിൽ നിന്നും ഞാൻ 10 രൂപ ചിലവാക്കിയാൽ എൻ്റെ കയ്യിൽ വീണ്ടും 50 രൂപയാകും അവിടെ? ഇല്ല. പകരം എന്ത് ചെയ്യും? അത് കുറയും. എത്ര രൂപയാകും? 30 രൂപയാകും അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ അവന്റെ കയ്യിൽ എത്രയോ രൂപ ഉണ്ടായിരുന്നു, അവൻ അത് എന്ത് ചെയ്തു? ചിലവാക്കി, സ്പെൻഡ് ചെയ്തു. എന്തിനെ? ഒരു പേന വാങ്ങാൻ ചിലവഴിച്ചു. ദാറ്റ് മീൻസ് അവന്റെ കയ്യിലുള്ള കാശ് എന്ത് ചെയ്യും? കുറയും അല്ലേടെ? കാശ് കുറയും. ചിലവാക്കുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? ചിലവാക്കുമ്പോൾ കുറയും. അപ്പോ കുറഞ്ഞു. 8 രൂപ അവന്റെ കയ്യിൽ നിന്നും കുറഞ്ഞു. അപ്പൊ അവന്റെ കയ്യിൽ നിന്നും 8 രൂപ കുറഞ്ഞപ്പോൾ എത്ര രൂപയായി? 42 രൂപയായി. എത്ര രൂപയായി? 42 രൂപയായി. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? 8 രൂപ കുറഞ്ഞപ്പോൾ 42 രൂപയായി. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? അവന്റെ കയ്യിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? എന്ത് ചെയ്യും? വിപരീത ക്രിയ ചെയ്യും അല്ലേ? ഇവിടെ കുറഞ്ഞു. അപ്പൊ വിപരീത ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടണം അല്ലേ? ശരിയല്ലേ? കൂട്ടണം. എന്തിനോട് കൂട്ടണം? റിസൾട്ടിനോടൊപ്പം കൂട്ടണം. നമ്മുടെ ഫലത്തോടൊപ്പം കൂട്ടണം. നമ്മുടെ ഫലം എത്രയാണ്? 42 ആണ്. നമ്മുടെ റിസൾട്ട് 42 ആണ് അല്ലേ? ശരിയല്ലേ? അതിനോടൊപ്പം എന്ത് കൂട്ടി? കുറഞ്ഞ തുക കൂട്ടി. അപ്പൊ എത്ര കിട്ടും? 42 + 8 = 50. അപ്പോൾ അവന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 50 രൂപ ഉണ്ടായിരുന്നു. അവന്റെ എത്ര രൂപ ഉണ്ടായിരുന്നു? 50 രൂപ ഉണ്ടായിരുന്നു അല്ലേ? അവന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 50 രൂപ ഉണ്ടായിരുന്നു. ചെയ്തത് ശരിയാണോ? കൂട്ടിയത് ശരിയാണോ? ആയിരിക്കും അല്ലേ? 50 - 8 = 42 ആണ്. അപ്പോൾ ശരിയാണ് അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം കിട്ടിയ തുകയാണ് 50. 50 കുറച്ച് നോക്കിയാൽ 42 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത രീതി ശരിയാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കുക. ഗോപാലൻ bought a bunch of bananas. എന്ത് ചെയ്തു? ഗോപാലൻ കുറച്ച് എന്ത് വാങ്ങി? പഴം വാങ്ങി. 7 of them were rotten.
വിച്ച് ഹി ത്രൂ എവേ. അതൊരു 7 എണ്ണം എന്തായിരുന്നു? റോട്ടൺ ആയിരുന്നു. റോട്ടൺ മീൻസ് അഴുകിയത് അല്ലേ? എന്തായിരുന്നു? അഴുക്ക പഴമായിരുന്നു അല്ലെ? അഴുകിയതായിരുന്നു. അവ എന്ത് ചെയ്തു? അത് കളഞ്ഞു. 7 എണ്ണം അത് അഴുകിയത് കളഞ്ഞു. എന്നിട്ടോ നൗ there are 46. ഇപ്പൊ എത്രയുണ്ട് അവന്റെ കയ്യിൽ? 46 എണ്ണം ഉണ്ട്. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 46 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മേടിച്ച പഴത്തിൽ മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നു? ശരിയാണല്ലോ. അപ്പോ അയാൾ എന്ത് ചെയ്തു? ഗോപാലൻ എന്ത് ചെയ്തു? പഴം വാങ്ങി. പഴം മേടിച്ചപ്പോ അതിനകത്ത് 7 എണ്ണം എന്തായിരുന്നു? അഴുകിയതായിരുന്നു. 7 എണ്ണം. എത്ര എണ്ണം? 7 അല്ലേ? 7 എണ്ണം. 7 എണ്ണം അഴുകിയതായിരുന്നു. അപ്പൊ അത് കളഞ്ഞപ്പോ ബാക്കി എത്രയുണ്ട്? 46 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ട്. അഴുകിയത് കളഞ്ഞപ്പോ 46 എണ്ണം ഉണ്ട്. അതായത് ആകെ ഉണ്ടായിരുന്നതിൽ നിന്നും 7 എണ്ണം എന്ത് ചെയ്തു? കളഞ്ഞു, വലിച്ചെറിഞ്ഞു അല്ലേ? വേണ്ട, അഴുകിയതാണ്, വലിച്ചെറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അവിടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറയുമോ കൂടുമോ? കുറയും അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറവായിരിക്കും. സോ എന്താണ്? ആകെ ഉണ്ടായിരുന്ന പഴത്തിൽ നിന്നും 7 എണ്ണം കുറച്ചാൽ 46 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഉണ്ടായിരുന്നു? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ വിപരീത ക്രിയാരീതി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അതായത് കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ കൂട്ടും. 46 അധികം 7. 46 അധികം 7. 46 അധികം 7 എത്രയാണ്? 53 ആണ്. എത്രയാണ്? 53 ആണ്. ശരിയല്ലേ? 46 അധികം 7 53 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഇതുപോലെ ഏത് ക്രിയ വന്നാലും, ഏതൊരു കണക്ക് വന്നാലും, ഏതൊരു പ്രോബ്ലം വന്നാലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? വിശ്വാസമുണ്ടോ ചെയ്യാൻ പറ്റുന്ന? ഉണ്ടല്ലോ. കാര്യം എന്താണ്? നമ്മൾ ചോദ്യം ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഒന്നിൽ കൂടുതൽ തവണ വായിച്ചു നോക്കുക കേട്ടോ. ഒരു തവണയല്ല, ഒന്നിൽ കൂടുതൽ തവണ ഒരു ചോദ്യം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. വെറുതെ ചാടിക്കേറി തെറ്റെഴുതി വയ്ക്കരുത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. അതായത് നമ്മൾ വിപരീത ക്രിയാരീതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് പഠിച്ചു? കൂട്ടുകയാണെങ്കിൽ, ചോദ്യത്തിൽ കൂട്ടാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം കണ്ടുപിടിക്കാൻ കുറയ്ക്കണം അല്ലേ? ശരിയല്ലേ? കുറയ്ക്കാനാണെങ്കിൽ കൂട്ടണം, കുറയ്ക്കാനാണെങ്കിൽ കൂട്ടണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഒരു ചോദ്യം. വിമല spent 163 rupees shopping and now she has 217 rupees. How much money did she have at first? അതായത് എന്ത് ചെയ്തു? വിമല തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയിൽ നിന്നും 163 രൂപ എന്ത് ചെയ്തു? ഷോപ്പിങ്ങിനായി ചിലവ് ചെയ്തു. ചിലവ് ചെയ്തപ്പോൾ ബാക്കി എത്രയുണ്ട് അവരുടെ കയ്യില്? 217 ഉണ്ട്. അപ്പോൾ 163 രൂപ വിമല എന്ത് ചെയ്തു? ഷോപ്പിങ്ങിനായി ചിലവഴിച്ചപ്പോൾ ബാക്കി എത്ര രൂപയുണ്ട് അവരുടെ കയ്യിൽ? 217 രൂപ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, അവരുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? അതായത് 163 രൂപ ആകെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചപ്പോൾ എന്ത് കിട്ടി? 217 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ കുറവാണല്ലേ. അപ്പൊ നമ്മൾ വിപരീത ക്രിയ അനുസരിച്ച് നമ്മൾ 217 163 കൂട്ടും. 217 163 കൂട്ടും. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്. 264 അതായത് 264 added to a number makes it 452. What is the number? അതായത് ഒരു നമ്പറിനോടൊപ്പം 264 ആഡ് ചെയ്താൽ, ഒരു നമ്പറിനോടൊപ്പം 264 ആഡ് ചെയ്താൽ 452 രൂപയാകും. ഒരു നമ്പറിനോടൊപ്പം 264 രൂപ ആഡ് ചെയ്താൽ അത് 452 രൂപയാകും. 452 രൂപയാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര രൂപയാണ് ഉള്ളത്? എന്ത് ചെയ്യൂടെ? അതായത് ഒരു നമ്പറിനോടൊപ്പം 264 ആഡ് ചെയ്താൽ 452 ആകും. ആ നമ്പർ അൺനോൺ ആണല്ലേ, നമുക്ക് അറിയില്ല. ആ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ വിപരീത ക്രിയ, അതായത് 452 നിന്നും എന്ത് കുറയ്ക്കും? 264
കുറയ്ക്കും. 452 മൈനസ് 264 എത്ര കിട്ടും? എത്ര കിട്ടുമോ അതാണ് ആകെ കയ്യിലുള്ളത് അല്ലേ? എത്ര കിട്ടും അതാണ് ആകെ കയ്യിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്നും എഴുതണ്ടല്ലോ, നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. ശരി, അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും വിപരീത ക്രിയ വെച്ച് നമുക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം. എന്ത് നോക്കാം? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കുക. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം അല്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ കണക്ക് ഇങ്ങനെയാണ്. In an investment scheme, the amount deposited doubles in 6 years. To get back 10,000 rupees finally, how much money should be deposited now? അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ എന്ത് ചെയ്യാൻ? ഓരോ 6 വർഷം കൂടുമ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഓരോ 6 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? നിക്ഷേപിച്ച തുക ഇരട്ടിയാകുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഓരോ 6 വർഷം കൂടുമ്പോഴും നിക്ഷേപിച്ച തുക ഇരട്ടിയാകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 രൂപ തിരിച്ചു കിട്ടാൻ ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം? 10,000 രൂപ തിരിച്ചു കിട്ടാൻ ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം? നോക്കുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഓരോ 6 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? നിക്ഷേപിച്ച തുക എന്ത് ചെയ്യും? ഇരട്ടിയാകും. എന്താകും? ഇരട്ടിയാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം എന്നാണ് ചോദ്യം. എത്ര രൂപയാകാൻ? 10,000 രൂപയാകാൻ ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം? ശരിയല്ലേ? അപ്പോ നമുക്ക് ഇവിടെ ഈ കണക്ക് നോക്കിയാണ്. 6 വർഷം കൂടുമ്പോൾ ഇരട്ടിയാകും. അപ്പോൾ 10,000 രൂപ കിട്ടാൻ എത്ര രൂപ നിക്ഷേപിക്കണം? ഇവിടെ 6 എന്നൊരു നമ്പറുണ്ട്, 10,000 എന്നൊരു നമ്പറുണ്ട്. ഈ 6ഉം 10,000 കൂടെ ചേർത്ത് ക്രിയ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ 6 എന്താണ്? വെറും വർഷത്തിന്റെ കണക്ക് മാത്രമാണ് അല്ലേ? 6 എന്ന് പറയുന്നത് വെറും വർഷത്തിന്റെ കണക്ക് മാത്രമാണ്. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിച്ചാൽ നമുക്ക് 10,000 രൂപ കിട്ടും? അതായത് 6 വർഷം കഴിയുമ്പോൾ ഇരട്ടിയാകുന്നതാണ് സ്കീം. ശരിയാണല്ലോ? അതായത് നിക്ഷേപിക്കുന്ന തുകയുടെ 2 ഇരട്ടിയായിരിക്കും 6 വർഷം കഴിയുമ്പോൾ തിരികെ ലഭിക്കുക. നിക്ഷേപിക്കുന്ന തുകയുടെ 2 ഇരട്ടിയായിരിക്കും 6 വർഷം കഴിയുമ്പോൾ തിരികെ ലഭിക്കുക. അതായത് ഇപ്പോൾ ഞാൻ എത്ര രൂപ നിക്ഷേപിച്ചാൽ, എത്രയോ രൂപ നിക്ഷേപിച്ചാൽ എന്ത് കിട്ടും? 6 വർഷം കൊണ്ട് അതെന്താകും? ഇരട്ടിയാകും. ഇരട്ടിയാകുക മീൻസ് ഒരു നമ്പറിനെ ഇരട്ടിയാക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. ശരിയല്ലേ? ഒരു നമ്പറിനെ ഇരട്ടിയാക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഗുണം 2 സമം എത്രയാണ്? 10,000 ആണ്. എത്രയാണ്? 10,000 ആണ്. എത്രയാണ്? 10,000 ആണ്. അപ്പോൾ 10,000 രൂപ തിരികെ ലഭിക്കാൻ എത്ര രൂപ നിക്ഷേപിക്കണം എന്നാണ് ചോദ്യം. സോ എന്ത് ചെയ്യുക? 10,000 വിപരീത ക്രിയ ചെയ്യുക. ഗുണനമാണെങ്കിൽ ഹരിക്കുക. 10,000 ഡിവൈഡഡ് ബൈ 2. 10,000ത്തെ 2 കൊണ്ട് ഹരിക്കുക. 10,000ത്തെ 2 കൊണ്ട് ഹരിക്കുക. 10,000ത്തെ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടൂടെ? 10,000 ഡിവൈഡ് ബൈ 2. ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അതിന്റെ പകുതിയാണ്. 10,000ത്തിന്റെ പകുതി എത്രയാണ്? 10ന്റെ പകുതി എത്രയാണ്? 5 ആണല്ലേ? അപ്പോ ഈ 3 പൂജ്യം കൂടെ ചേർത്ത് എഴുതുക. 5,000. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. ദെൻ അടുത്ത ചോദ്യം. സംശയമില്ലല്ലോ പറഞ്ഞാല്? അടുത്ത ചോദ്യം കൂടെ നോക്കുക. ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ നോക്കുക. 4 people divided the profit they got from vegetable business and Josh got 1,500 rupees. What is the total profit? അതായത് വെജിറ്റബിൾ ബിസിനസ്സിൽ നിന്നും 4 പേർ ചേർന്ന് നടത്തിയ വെജിറ്റബിൾ ബിസിനസ്സിൽ നിന്നും എന്ത് ചെയ്തു? ജോസിന് 1,500 രൂപ കിട്ടി. ജോസിന് എത്ര രൂപ കിട്ടി? 1,500 രൂപ കിട്ടി. അവർ എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്? 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോഫിറ്റിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസിന് എത്ര രൂപ കിട്ടിക്കാണും? ആകെ പ്രോഫിറ്റിന്റെ 4ൽ 1 ഭാഗം കിട്ടിക്കാണും. അങ്ങനെയല്ലേ? ആകെ പ്രോഫിറ്റിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആ 4 ഭാഗങ്ങളിൽ 1 ഭാഗമായിരിക്കും ജോസിന് കിട്ടുക. അപ്പോ ആകെ പ്രോഫിറ്റിന്റെ 4ൽ 1 ഭാഗം ആർക്ക് കിട്ടും? ജോസിന് കിട്ടും. ശരിയല്ലേ? ആകെ പ്രോഫിറ്റിന്റെ 4ൽ 1 ഭാഗം
ജോസിന് കിട്ടും. അതായത് എത്രയാണ് ആകെ പ്രോഫിറ്റ് നമുക്ക് അറിയില്ല. ആകെ പ്രോഫിറ്റിന്റെ 1/4 ഭാഗം, ദാറ്റ് മീൻസ് ആകെ പ്രോഫിറ്റ് ഇൻറ്റു 1/4 എന്ന് ചെയ്താൽ നിങ്ങൾക്ക് സംശയം വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഹരിക്കുന്ന രീതി തന്നെ നോക്കാം. ആകെ പ്രോഫിറ്റിനെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1500 രൂപ കിട്ടും. ശരിയല്ലേ? ആകെ പ്രോഫിറ്റിനെ 4 കൊണ്ട് ഹരിച്ചാൽ 1500 രൂപ കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? 1500 എന്ത് ഗുണം 4. 1500 ഗുണം 4 എത്രയാണത്? 6000 ആണല്ലേ? 15 4 60 ആണ്. 15 ഗുണം 4 60 ആണ്. ഈ 2 0 കൂടെ ചേർക്കുമ്പോൾ 6000. അതായത് 0-ത്തിൽ അവസാനിക്കുന്ന സംഖ്യകളെ ഗുണിക്കാൻ എന്ത് ചെയ്യുക? 0 മാറ്റിവെച്ച് ബാക്കി ഗുണിച്ചിട്ട് അവസാനം 0 ചേർക്കുക. അപ്പൊ ഈ 0 2 0 മാറ്റിവെച്ചാൽ ബാക്കി 15. 15 4 കൊണ്ട് ഗുണിച്ചാൽ 60. 2 0 കൂടെ ചേർക്കുമ്പോൾ 6000. അപ്പൊ 6000 രൂപയാണ് എന്ത്? പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്രയാണ്? 6000 രൂപ. ഓക്കെ ആണല്ലോ? ഈ കണക്കിനെ മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളാം. മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആകെ പ്രോഫിറ്റിന്റെ 1/4 ഭാഗമായിരിക്കും ആർക്ക് കിട്ടുക? ജോസിന് കിട്ടുക. അതായത് ആകെ പ്രോഫിറ്റിന്റെ 1/4 ഭാഗം, ഒരു നമ്പറിന്റെ 1/4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു നമ്പറിന്റെ 1/4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിനെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഭിന്നസംഖ്യകൾ എന്നൊരു ചാപ്റ്ററിലെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ശരിയല്ലേ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആകെ ഉള്ളതിന്റെ 1/4 പാർട്ടാണ് എന്ത്? 1500. മനസ്സിലായോ? സംശയമില്ലല്ലോ? ഇത് നമുക്കറിയില്ല. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 1500ന്റെ 4/1 ഇവിടെ ഗുണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അപ്പുറത്ത് എന്ത് ചെയ്യണം? 1500-നെ അതായത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വിപരീത ക്രിയ ചെയ്യുമ്പോൾ 4/1 കൊണ്ട് ഹരിക്കണം. ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 1/4. 1500 ഡിവൈഡഡ് ബൈ 1/4. 1500 ഡിവൈഡ് ബൈ 1/4. ഈ 1/4 ഒരു ഫ്രാക്ഷൻ അല്ലേ? ഒരു ഭിന്നസംഖ്യയല്ലേ? അല്ലേ? ഭിന്നസംഖ്യ. അതായത് ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ എന്തെടുക്കണം? വിൽക്രമം എടുക്കണം, റെസിപ്രോക്കൽ എടുക്കണം. വേണ്ടേ? അതായത് ആ റെസിപ്രോക്കൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ 1500 ഗുണം എന്ത്? റെസിപ്രോക്കൽ 4/1 റെസിപ്രോക്കൽ. എന്താ റെസിപ്രോക്കൽ മീൻസ്? ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് വെച്ചാൽ എന്താ സംഭവം? അതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും അല്ലേ? ശരിയല്ലേ? അതായത് അംശം ഛേദമാകും, ഛേദം അംശമാകും. അതായത് ഇവിടെ എന്താവും? 4/1 ആകും. ശരിയല്ലേ? 4/1 ആകും. 1500 ഗുണം 4 6000. 6000/1 6000 ആണ് അല്ലേ? ഏതൊരു ഭിന്നസംഖ്യയുടെയും ഛേദം 1 ആണെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ അംശം മാത്രം എഴുതിയാൽ പോരെ? ശരിയല്ലേ? കാരണം എല്ലാ സംഖ്യയുടെയും ഛേദം 1 ആയിരിക്കും. അതുകൊണ്ട് അംശം മാത്രം എഴുതിയാൽ മതി. 6000. പറഞ്ഞത് മനസ്സിലായോ? രണ്ടാമത്തെ രീതി ഒരിക്കൽ കൂടി പറയുന്നു. തുക നമുക്കറിയില്ല. ആകെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? അതായത് 4 ഭാഗം, 4/1 ഭാഗമാക്കി കിട്ടും. ജോസിന് കിട്ടും. ആ 4/1 1500 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തുക കണ്ടുപിടിക്കാൻ 1500-നെ 4/1 കൊണ്ട് ഗുണിക്കുന്നു. 1500 4/1 കൊണ്ട് ഗുണിക്കുന്നു. സോറി, ഇവിടെ ഈ തുക 1500 കണ്ടുപിടിക്കാൻ പ്രോഫിറ്റിനെ 4/1 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? 1500 കണ്ടുപിടിക്കാൻ പ്രോഫിറ്റിനെ 4/1 കൊണ്ട് ഗുണിക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും? വിപരീത ക്രിയ ചെയ്യുമ്പോൾ 1500 4/1 കൊണ്ട് ഹരിക്കും. ഒരു ഭിന്നസംഖ്യ ഹരിക്കുമ്പോൾ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6000 എന്ന് കിട്ടും. അപ്പോ വിപരീത ക്രിയയിൽ ഹരണമാണെങ്കിൽ ഗുണിക്കുക, ഗുണനമാണെങ്കിൽ ഹരിക്കുക. പറഞ്ഞ മനസ്സിലായ? ഹരണമാണെങ്കിൽ ഗുണിക്കുക, ഗുണനമാണെങ്കിൽ ഹരിക്കുക. അപ്പോ ഹരണമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹരണമായിട്ടും ചെയ്യാം, ഗുണനമായിട്ടും ചെയ്യാം. ഈ 2 രീതിയിലും ചെയ്യാം. പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ രണ്ടാമത്തെ കണക്കിനെയാണ് 2 രീതി ചെയ്തത്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തൊരു ചോദ്യം. ഇത് നമുക്ക് മാറ്റാം.
അടുത്തൊരു ചോദ്യം. ഓക്കെ, ഇൻ എ കമ്പനി the manager's salary is 5 times that of a peon. The manager gets 40,000 rupees a month. How much does a peon gets a month? അതായത് ഒരു കമ്പനിയിൽ മാനേജറുടെ സാലറി എന്ന് പറയുന്നത്, മാനേജറുടെ ശമ്പളം എന്ന് പറയുന്നത് പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ് ആരുടെ ശമ്പളം? മാനേജറുടെ ശമ്പളം. അങ്ങനെയാണെങ്കിൽ പ്യൂണിന്റെ ശമ്പളം എത്ര? പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടി, 5 ടൈംസ്. 5 ടൈംസ് മീൻസ് 5 കൊണ്ട് ഗുണിക്കുക, അല്ലേ? ശരിയല്ലേ? 5 ഇരട്ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുക. ഗുണം 5. ഇത് പ്യൂണിന്റെ ശമ്പളമാണ്, നമുക്ക് അറിയില്ല, അല്ലേ? ഇപ്പൊ പ്യൂണിന്റെ ശമ്പളം ഗുണം 5 ആയിരിക്കും ആരുടെ ശമ്പളം? മാനേജറുടെ ശമ്പളം. അതെത്രയാണ്? 40,000 ആണ്. 40,000 4 0 അല്ലേ? 40,000. ദെൻ പ്യൂണിന്റെ ശമ്പളം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗുണിച്ചിരിക്കുന്നു, അതിന്റെ വിപരീത ക്രിയ ചെയ്യണം. അതായത് 40,000 ഡിവൈഡഡ് ബൈ 5. ശരിയല്ലേ? 40,000 ഡിവൈഡഡ് ബൈ 5 സമയത്രയുടെ 40നെ 5 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും, അല്ലേ? 40നെ 5 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. ഈ 3 0 കൂടെ ചേർത്താൽ 8,000. അപ്പൊ പ്യൂണിന്റെ ശമ്പളം 8,000 രൂപയാണ്. പ്യൂണിന്റെ ശമ്പളം 8,000 രൂപയാണ്. മാനേജറുടെ 40,000-ഉം പ്യൂണിൻ്റെത് 8,000 രൂപയുമാണ് ശമ്പളം. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? പറഞ്ഞാല് ഒരു കണക്കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. A number divided by 21. A number divided by 21 gives 756. A number divided by 21 gives 756. What is the number? ഒരു നമ്പറിനെ, ഏതോ ഒരു നമ്പറിനെ എന്ത് ചെയ്തപ്പോ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 756 കിട്ടി. 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 756 കിട്ടി. ഏതോ ഒരു നമ്പറിനെ 21 ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 756 കിട്ടി, അല്ലേ? ഏതോ ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 756 കിട്ടി. സംശയമില്ലല്ലോ? പറഞ്ഞാലേ ഇല്ല. ഈ നമ്പർ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? വിപരീത ക്രിയ ചെയ്യും, അല്ലേ? 756 ഇവിടെ ഹരിച്ചിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. 756 ഗുണം 21 ചെയ്യാമല്ലോ. 756 ഗുണം 21 എത്രയാണ്? 6 5 7 അല്ലേ? 6 2 12 5 2 11 11 7 2 14 15. ഓക്കെ ആണല്ലോ? 6 7 8 5 1. അതായത് 158 7 6 അല്ലേ? അതായത് 15,876. 15,876 അല്ലേ? 15,876. അതായത് 15,876. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ വിപരീത ക്രിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ വിപരീത ക്രിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്കുകൾ ചെയ്യാം. വിപരീത ക്രിയ എന്തായിരുന്നു? ഫലം അറിയാമെങ്കിൽ, അല്ലെ, റിസൾട്ട് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം? അഡീഷനെ സബ്ട്രാക്ട് ചെയ്യണം, സബ്ട്രാക്ഷനെ ആഡ് ചെയ്യണം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യണം, ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ? ശരിയല്ലേ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഫലം അറിയാമെങ്കിൽ കൂട്ടുന്നതാണെങ്കിൽ കുറയ്ക്കണം, കുറയ്ക്കുന്നതാണെങ്കിൽ കൂട്ടണം, അതുപോലെ ഗുണിക്കുന്നതാണെങ്കിൽ ഹരിക്കണം, ഹരിക്കുന്നതാണെങ്കിൽ ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അറിഞ്ഞുകൂടാത്ത സംഖ്യ കിട്ടും. ഓക്കെ ആണേ? ക്ലിയർ ആണേ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ക്ലാസ്സിൽ, അതായത് ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ 3 4 വട്ടം കണ്ട് എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണോ? അപ്പൊ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ അധ്യാപകൻ അത് എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രിൻസിപ്പൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫോട്ടോ എടുത്ത് അയക്കുകയോ പേജ് നമ്പർ പറഞ്ഞിരിക്കുകയോ എന്താണെന്ന് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്ത് പഠിച്ച് അതിന്റെ ആൻസർ ആദ്യം അയച്ചു കൊടുക്കുക. പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്ത് വെരിഫൈ ചെയ്യുക. ഓക്കെ ആണല്ലോ? പറഞ്ഞതിൽ സംശയമൊന്നുമില്ലല്ലോ? ശരി.